ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഡബിൾ ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതൊരു ബ്രൗൺ ബട്ടർ ബ്രൗണിയും കൂടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ബ്രൗണി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാൻ ബട്ടർ നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടറിൻ്റെ ചൂടുകൊണ്ട് തന്നെ ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ചെയ്ത് കിട്ടും. ഇനി പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അതിലേക്ക് 3 മുട്ടയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വാനില എസൻസും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും കുറച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ബട്ടറിലേക്ക് ഈ ഒരു എഗ്ഗും ഷുഗറും ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഫുൾ ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ഇതുപോലെ കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് അത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറയുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഡബിൾ ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ബ്രൗൺ ബട്ടർ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബ്രൗൺ ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഇത്തിരി ഒരു ബ്രൗൺ കളർ ആക്കിയതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തതുകൊണ്ടാണ് ബ്രൗൺ ബട്ടർ ബ്രൗണി എന്നും പറയുന്നത്. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. ഡബിൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ബ്രൗണി എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് കേട്ടോ. പിന്നെ ബട്ടർ മെൽറ്റ് ചെയ്തതിൻ്റെ ആ ഒരു വേറൊരു ടേസ്റ്റും കൂടിയുണ്ട്. ബ്രൗൺ ബട്ടർ ബ്രൗണി ആകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഡിഫറൻസും ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രൗണി കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ജ്യൂസി ടെക്സ്ചറാണ്. അപ്പോൾ ഈ ബ്രൗണിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ടൈറ്റിലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെഷർമെൻ്റ് അടക്കം ഞാൻ അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങളെല്ലാവരും പറയുന്ന പോലെ ഇതും ഒരു നെവർ ഫെയിൽഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.